പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, മനോഹരമായ ഈ ഞായറാഴ്ച ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ സർവശക്തനായ ദൈവം നമുക്കായി തന്ന വലിയ കൃപകളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. പുതുഞായറാഴ്ചയ്ക്ക് ശേഷമുള്ള മൂന്നാമത്തെ ഞായറാഴ്ചയാണ് ഇന്ന്. വിശുദ്ധ ഏവൻഗേലിയൻ ഭാഗമായി നാം വായിക്കപ്പെടുന്നത് ശുദ്ധിയുള്ള യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 47 മുതൽ 58 വരെയുള്ള വേദഭാഗങ്ങളാണ്. ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, എന്നെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവനുള്ള അപ്പമാകുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ വനത്തിൽ വെച്ച് മന്ന ഭക്ഷിച്ചിട്ട് മരിച്ചുപോയി. ഈ അപ്പമാകട്ടെ ആരെങ്കിലും ഭക്ഷിച്ചാൽ മരിക്കാതിരിക്കത്തക്കവണ്ണം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളതാകുന്നു. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. ഒരുവൻ ഈ അപ്പം ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുക്കുന്ന അപ്പം ലോകത്തിൻ്റെ ജീവന് വേണ്ടി കൊടുക്കുന്ന എൻ്റെ ശരീരമാകുന്നു. യഹൂദന്മാർ അന്യോന്യം വാദിച്ച് തൻ്റെ ശരീരം നമുക്ക് ഭക്ഷിപ്പാൻ തരുന്നതിന് ഇവൻ എങ്ങനെ കഴിയും എന്ന് പറഞ്ഞു. യേശു തമ്പുരാൻ അവരോട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കാതെയും അവൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനുണ്ടാകുകയില്ല. അങ്ങനെ തുടങ്ങുന്ന വേദഭാഗങ്ങളാണ് നമുക്കിന്ന് വായിക്കപ്പെടുവാനായിട്ടിടയായിത്തീരുക. വളരെ മർമ്മപ്രധാനമായൊരു വേദഭാഗം വിശുദ്ധ കുർബാനയുടെ അനുഭവത്തെക്കുറിച്ച് തന്നെയാണ് ഇന്നത്തെ ഏവൻഗേലിയൻ ഭാഗത്തിൽ കൂടെ നമുക്ക് പഠിക്കുവാനായിട്ട് സാധ്യമായി തരിക. എന്താ പറയുക, സത്യമായി ഞാൻ നിങ്ങളോട് പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവനുള്ള അപ്പമാകുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, പക്ഷേ അവർ മന്ന ഭക്ഷിച്ചിട്ട് മരിച്ചുപോയവരാണ്. എന്നാൽ ഞാൻ തരുന്ന അപ്പമാകട്ടെ അത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാണ്. ഞാൻ തരുന്ന അപ്പമാകട്ടെ ഭക്ഷിക്കുന്നവൻ ഒരു നാളും മരണമില്ല, അവൻ നിത്യജീവനിലേക്ക് പ്രവേശിക്കപ്പെടും. ഈ അപ്പം എവിടെ നിന്നാണ് കിട്ടുക? അത് സ്വർഗത്തിൽ നിന്ന് വന്നതാണ്. ഞാൻ എൻ്റെ ശരീരവും എൻ്റെ രക്തവും നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവനിൽ നിന്ന് നിത്യജീവനുണ്ടാകും. ആ വലിയ മർമ്മത്തെ കർത്താവ് വെളിപ്പെടുത്തുന്നതായ ജീവിതാനുഭവങ്ങൾ അത് കേട്ട് യഹൂദന്മാർ ചോദിക്കുകയാണ്, ഇവൻ്റെ ശരീരത്തെ എങ്ങനെയാണ് നമുക്ക് ഭക്ഷിക്കാൻ കഴിയുക? ഇവൻ്റെ രക്തത്തെ എങ്ങനെയാണ് നമുക്ക് കുടിപ്പാൻ കഴിയുക? സാങ്കല്പികമായ അർത്ഥത്തിൽ, വാക്യാർത്ഥത്തിൽ കൂടെ യഹൂദന്മാർ അതിനെ പരിശോധിക്കപ്പെടുകയുണ്ടായി. യേശു തമ്പുരാൻ പെന്തക്കോസ്തി പെരുന്നാളിൻ്റെ മുൻപുള്ളതായ ദിനങ്ങളിൽ കൂടെ നമ്മെ പഠിപ്പിക്കപ്പെടുന്ന മനോഹരമായ ഈ ഏവൻഗേലിയൻ ഭാഗത്തിൽ കൂടെ വിശുദ്ധ കുർബാന അനുഭവത്തിൻ്റെ മനോഹരമായ അനുഭവത്തെ, ദർശനത്തെ ഒരിക്കൽ കൂടെ നമ്മെ പഠിപ്പിച്ചു തരുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക. അന്ത്യത്താഴത്തിൻ്റെ നാളുകളിൽ അപ്പവീഞ്ഞുകൾ എടുത്ത കർത്താവ് വാഴ്ത്തി നുറുക്കി അപ്പോസ്തലന്മാർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് അപ്പമാകുന്നു, ഇത് മുന്തിരിച്ചാറാകുന്നു എന്നല്ല. ഇത് അപ്പവും മുന്തിരിച്ചാറുമാണ്. പക്ഷേ കർത്താവ് അതിനെ വാഴ്ത്തി കഴിയുമ്പോൾ കർത്താവ് പറയുക, ഇതിനി അപ്പമല്ല, ഇതെൻ്റെ ശരീരമാണ്. മുന്തിരിച്ചാറ് വാഴ്ത്തിയിട്ട് കർത്താവ് പറയുന്നത്, ഇതിനി എൻ്റെ രക്തമാണ്, ഇത് മുന്തിരിച്ചാറല്ലേ. ജീവിതത്തിൻ്റെ സമൂലമായ ഒരു പരിവർത്തനത്തിൻ്റെ നടുവിലേക്ക് ഒരു മനുഷ്യനെ നയിക്കാൻ അപ്പവീഞ്ഞുകൾ രൂപാന്തരം പ്രാപിക്കപ്പെടുകയാണ്. അപ്പവീഞ്ഞുകൾ ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി രൂപാന്തരം പ്രാപിക്കപ്പെട്ടപ്പോൾ ആ അപ്പവീഞ്ഞുകൾ ഭക്ഷിക്കുന്നത് മുഖാന്തരമായ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലും രൂപാന്തരത്തെ, ഒരു മാറ്റത്തെ, ജീവിതത്തിൻ്റെ ഒരു ചൈതന്യത്തെ, നിത്യജീവനിലേക്കുള്ള ഒരു അനുഭവത്തെ ദർശിക്കുവാനായിട്ട് സാധ്യമായി തീരുകയും രൂപാന്തരീകരിക്കപ്പെടുന്നതായ അപ്പവീഞ്ഞുകൾ അതിൻ്റെ സാങ്കല്പികമായ അർത്ഥങ്ങളിലല്ല, അതിൻ്റെ ആധ്യാത്മികമായ അർത്ഥങ്ങളിൽ അതിൻ്റെ മാറ്റങ്ങളെ ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഗോതമ്പപ്പവും മുന്തിരിച്ചാറും നമ്മൾ ഇന്ന് അനുഭവിക്കപ്പെടുമ്പോൾ ഒരുപക്ഷെ അതിൻ്റെ രുചിക്ക് മാറ്റമില്ലായിരിക്കാം, അതിൻ്റെ രൂപത്തിന് മാറ്റമില്ലായിരിക്കാം, പക്ഷേ അതിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നത് വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുമ്പോൾ മാത്രമാണ് അത് നമുക്ക് വിശ്വാസത്തോടെ അനുഭവിക്കുവാനായിട്ട് സാധ്യമായി തീരുക. ഇതെൻ്റെ കർത്താവിൻ്റെ ശരീരമാണെന്നും ഇതെൻ്റെ കർത്താവിൻ്റെ രക്തമാണെന്നും വിശ്വസിച്ചുകൊണ്ട് അതിനെ ഭക്ഷിക്കുന്നവൻ്റെ ജീവിതത്തിൽ നിത്യജീവന അനുഭവങ്ങളുണ്ടാകും എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും നിത്യജീവനിലേക്ക് പ്രവേശിക്കപ്പെടുവാൻ ഈ വിശുദ്ധ ശരീരരക്തങ്ങൾ മനുഷ്യജീവിതത്തിൽ അനിവാര്യമാണ്. ഒരു വിശുദ്ധ കുർബാന അനുഭവത്തിൽ കൂടെ 40 ദിവസത്തേക്ക് ഒരു മനുഷ്യൻ നിത്യ ആത്മീക ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കപ്പെടുകയാണ്. എന്നാൽ 40 ദിവസത്തിലൊരിക്കൽ വിശുദ്ധ കുർബാന അനുഭവിക്കാത്തവൻ ആത്മീകമായി മരണത്തിൻ്റെ അനുഭവത്തിലേക്ക് മാറുമെന്ന് പിതാക്കന്മാർ പഠിപ്പിക്കപ്പെടുമ്പോൾ
ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മുടെ വിശുദ്ധ ആരാധനകളിലൂടെ സംബന്ധം വഴിയായി കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളെ നമുക്ക് വേണ്ടുന്ന വിധത്തിൽ വിശ്വാസത്തിൻ്റെ ആ വലിയ തീഷ്ണതയോടുകൂടി അനുഭവിക്കുവാനും അത് നിമിത്തമായി എനിക്ക് നിത്യജീവൻ്റെ അവകാശത്തെ പ്രാപിക്കുവാനും ഇടയായിത്തീരുമെന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധ്യമായി തീർന്നിട്ടുണ്ടോ? മരിച്ചവരുടെ ഓർമ്മയിൽ കുക്കിലിയോൻ ചെല്ലുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതും പാടുന്നതും അങ്ങനെയാണ്. എൻ്റെ ശരീരം ഭക്ഷിച്ചൻ രക്തം പാനം ചെയ്തവൻ അവനെ പാതാളത്തിൽ പോകാനായിട്ട് ഞാൻ അനുവദിക്കില്ല. സ്വർഗത്തിൻ്റെ ഉടയവനായിരിക്കാനും പറയണവൻ എൻ്റെ ശരീരം ഭക്ഷിച്ചവനാണ്, എൻ്റെ രക്തം പാനം ചെയ്തവനാണ്, അതുകൊണ്ട് ഞാൻ അവനെ സ്വർഗത്തിൻ്റെ നിത്യജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിപ്പിക്കുകയല്ലാതെ പാതാളത്തിൻ്റെ യാതന സ്ഥലത്തേക്ക് ഞാൻ അവനെ വിട്ടുകൊടുക്കുകയില്ല എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കപ്പെടുമ്പോൾ, യോഗ്യമായിട്ടല്ലാതെ അയോഗ്യതയോടുകൂടെ ആരെങ്കിലും ഈ വിശുദ്ധ ശരീര രക്തങ്ങളെ അനുഭവിക്കുന്നെങ്കിൽ അവൻ നിത്യശിക്ഷാവിധിക്കും നിത്യമരണത്തിനും കാരണമായി തീരുമെന്നും ദൈവത്തിൻ്റെ വചനം ശക്തമായി തന്നെ നമ്മെ പഠിപ്പിക്കപ്പെടുമ്പോൾ, കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ നമ്മുടെ ജീവിതവും നമ്മുടെ ആരാധനയും നമ്മുടെ വിശുദ്ധ കുർബാന അനുഭവങ്ങളും എത്രമാത്രം വിശുദ്ധിയോടുകൂടെ ആയിരുന്നുവെന്ന് പരിശോധിക്കപ്പെടേണ്ടത് അനിവാര്യമാണ്. വിശുദ്ധ കുർബാന നൽകപ്പെടുന്നതിന് മുൻപേ കസാബിലാസകൾ ഉയർത്തിക്കാണിച്ചുകൊണ്ട് പുരോഹിതൻ ജനത്തോടായിട്ട് വിളിച്ചു പറയുന്നുണ്ട്, ഈ വിശുദ്ധതകൾ വിശുദ്ധന്മാർക്കും വെടിപ്പുള്ളവർക്കും മാത്രമായി നൽകപ്പെടുന്നു. ഈ വിശുദ്ധതകൾ വിശുദ്ധന്മാർക്കും വെടിപ്പുള്ളവർക്കും മാത്രമാണ്. വിശ്വാസികൾ എല്ലാവരും അതിന് പ്രതിവാക്യം പറയാറുണ്ട്. പിതാവായ ദൈവവും പുത്രനായ തമ്പുരാനും പരിശുദ്ധ റൂഹായും അല്ലാതെ പരിശുദ്ധനില്ല. ആമേൻ. അവിടുന്ന് മാത്രമാണ് പരിശുദ്ധനുള്ളൂ. തൃത്വം മാത്രമാണ് പരിശുദ്ധൻ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും അല്ലാതെ മറ്റൊരു പരിശുദ്ധനില്ല. പിന്നെ എങ്ങനെയാണ് വിശുദ്ധ കുർബാന എനിക്ക് അനുഭവിക്കുവാനിടയായിത്തീരുക? പല ആളുകളും ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്. നിങ്ങൾ തന്നെ പറയുന്നു ഈ വിശുദ്ധതകൾ വിശുദ്ധന്മാർക്കും വെടിപ്പുള്ളവർക്കും മാത്രമാണ് നൽകപ്പെടുന്നത്. എന്നിട്ട് നിങ്ങൾ തന്നെ പറയുന്നു പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും അല്ലാതെ മറ്റൊരു പരിശുദ്ധനില്ല. ആമീൻ. പിന്നെ നിങ്ങളെങ്ങനെ വിശുദ്ധ കുർബാന അനുഭവിക്കപ്പെടും? അതിനാൽ സുറിയാനി സഭയുടെ പിതാക്കന്മാർ വിശ്വാസി സമൂഹത്തോട് വിളിച്ചു പറയുക, ലോകത്തെ മെനഞ്ഞുണ്ടാക്കിയെന്ന ഏക പിതാവ് നമ്മോട് കൂടെ, ഈ ലോകത്തെ തൻ്റെ വിലയേറിയ കഷ്ടാനുഭവത്താൽ വീണ്ടെടുത്തു എന്ന പുത്രൻ തമ്പുരാൻ നമ്മോടുകൂടെ, സകലത്തെയും പൂർത്തീകരിക്കുന്നവനായ സംരക്ഷിക്കുന്നവനായ പരിശുദ്ധ റൂഹ നമ്മോടുകൂടെ, ഈ പിതാവും ഈ പുത്രനും പരിശുദ്ധ റൂഹായും നമ്മോടുകൂടെ ആയതുകൊണ്ട് ആമേൻ ആമേൻ എന്ന് സത്യം ചെയ്ത് നാം അത് വെളിപ്പെടുത്തുമ്പോൾ, ഈ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും എന്നോടുകൂടെ ഉണ്ടെന്ന് ഞാൻ എൻ്റെ ആന്തരികാത്മാവിൽ നിന്നുകൊണ്ട് വെളിപ്പെടുത്തുമ്പോൾ, ഞാൻ എൻ്റെ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുവാൻ പരിപൂർണമായി യോഗ്യനായി മാറുകയാണ്. എന്തുകൊണ്ട്? പിതാവാം ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട്, പുത്രൻ തമ്പുരാൻ്റെ രക്ഷ കൊണ്ട്, പരിശുദ്ധ റൂഹായുടെ സംരക്ഷണം കൊണ്ട്, ഈ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും എന്നോട് ചേർന്നിരുന്ന് എന്നോടൊപ്പമായിരുന്ന് ആ പിതാവിലും പുത്രനും പരിശുദ്ധ റൂഹായിലുമുള്ള എൻ്റെ വിശ്വാസ നിമിത്തമായി, ഈ തൃത്വ ദൈവത്തിലുള്ള എൻ്റെ സഹവർത്തിത്വ നിമിത്തമായി ഞാനൊരു വിശുദ്ധനായി മാറുകയാണ്. ഈ വിശുദ്ധനായ ദൈവം നമ്മോട് കൂടെ, അതുകൊണ്ടാണ് ഞാനും നിങ്ങളും വിശുദ്ധ കുർബാന അനുഭവിക്കാൻ അർഹരായി മാറുന്നത്. അതുകൊണ്ട് വിശുദ്ധിയോടുകൂടെ ഇതിനെ അനുഭവിക്കുന്നവൻ ജീവിതത്തിൻ്റെ സകലവിധമായ രക്ഷാമാർഗങ്ങളിലും അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന് ദൈവത്തിൻ്റെ തിരുവചനം ഓർമ്മപ്പെടുത്തുമ്പോൾ, നമ്മുടെ ജീവിതത്തിൻ്റെ കഴിഞ്ഞകാല അനുഭവങ്ങളെക്കുറിച്ചൊന്ന് പരിശോധിക്കപ്പെടുവാനിടയാകണം. ഒരു കാര്യം സ്പഷ്ടമായി തന്നെ ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ശരീര രക്തങ്ങൾ അനുഭവിക്കാതെ നിത്യജീവനിൽ പ്രവേശിപ്പാൻ സാധ്യമല്ല. അവൻ്റെ ശരീരം ഭക്ഷിക്കാതെ അവൻ്റെ രക്തം പാനം ചെയ്യാതെ ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി തീരാൻ സാധ്യമല്ല. ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചവരാണെന്ന് നിങ്ങൾ പറയുന്നു. അത് സ്വർഗത്തിൽ നിന്ന് പിതാവാം ദൈവം ഇറക്കി തന്നതാണ് മന്ന. പക്ഷേ ആ മന്ന ഭക്ഷിച്ചവനൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. എന്നാൽ നിത്യജീവനിലേക്കുള്ള മന്ന ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങളാണെങ്കിൽ നമുക്ക് വിശുദ്ധ കുർബാന അനുഭവത്തിൽ കൂടെ നിത്യജീവൻ്റെ അവകാശികളായി തീരുവാനിടയായി തീരട്ടെ. ഈ ലോകത്തിൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തരായി ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കപ്പെടുവാൻ, വിശുദ്ധിയോടുകൂടെ വിശുദ്ധ കുർബാന അനുഭവത്തിൽ കൂടെ നിത്യജീവൻ അനുഭവത്തിലേക്ക് കടന്നു പോകാൻ ദൈവം നമുക്ക് കൃപയാക്കട്ടെ. വളരെ സ്പഷ്ടമായി തന്നെ ദൈവത്തിൻ്റെ വചനം പറയുക,
എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ അവനിൽ നിത്യജീവനുണ്ട്, അവനെ പാതാളത്തിൻ്റെ നരകയാതന അനുഭവിക്കാൻ വിട്ടുകൊടുക്കില്ലെന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ വിശ്വാസത്തോടുകൂടെ, വിശ്വാസത്തിൻ്റെ തീഷ്ണതയോടുകൂടെ വിശുദ്ധ കുർബാന അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനായി നിത്യജീവൻ്റെ അവകാശിയായി തീരും. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മുടെ ആരാധനകൾ പവിത്രമായി മാറട്ടെ, നമ്മുടെ ആരാധനകൾ ആത്മീകമായി മാറട്ടെ. തീവ്രമായ അനുഭവങ്ങളിൽ കൂടെ, വിശുദ്ധാത്മാവിൻ്റെ നൽവരങ്ങളിൽ കൂടെ കർത്താവിനെ ഉള്ളത്തിൽ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരട്ടെ. അപ്പവീഞ്ഞുകളല്ല ഞാൻ നിങ്ങളെ അനുഭവിക്കുന്നത്, കർത്താവിൻ്റെ ശരീരരക്തങ്ങളാണെന്നുള്ള ഉത്തമമായ ബോധ്യത്തോടുകൂടെ ഈ വിശുദ്ധ കുർബാന അനുഭവങ്ങളിലേക്ക് കടന്നു വരുവാൻ ദൈവം നമുക്കിടയാക്കട്ടെ. സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയനായ കർത്താവേ, മനോഹരമായ നല്ല ദിവസത്തിന്, നല്ല സമയത്തെ ഓർത്ത് ഞങ്ങൾ നിന്നെ നന്ദിയോടെ വാഴ്ത്തുകയും ഒരു ദിവസം കൂടെ അവിടുത്തെ തിരുസന്നിധി ഞങ്ങൾക്കായിരിക്കാനും അങ്ങേ ആരാധിപ്പാനും അങ്ങ് ഞങ്ങൾക്കായി തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. നിത്യജീവനിലേക്ക് നയിക്കുന്ന വിശുദ്ധ ശരീരരക്തങ്ങളായി കർത്താവെ, അപ്പവീഞ്ഞുകളുടെ രൂപത്തിൽ നീ ഞങ്ങളെ നിന്നെ തന്നെ സമർപ്പിച്ചു തന്നതുകൊണ്ട് ഞങ്ങൾ തന്നെ നന്ദിയോടെ വാഴ്ത്തുകയും കർത്താവെ, വിശുദ്ധ കുർബാന അനുഭവത്തിൽ കൂടെ ദൈവികമായി കൃപകളെ പ്രാപിപ്പാൻ, ദൈവത്തിൻ്റെ ശക്തി പ്രാപിപ്പാൻ, അവിടുത്തെ ആത്മാവിൽ നിറഞ്ഞ് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ നന്മകളാലും ഞങ്ങളെ നിറയ്ക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ.